ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബസമേതം ചെറിയ കുട്ടികളടക്കം 4 വയസ്സുള്ള കുട്ടിയടക്കം ഗുരുവായൂർ പോയതാണ്. രാത്രി 11 മണി തൊട്ട് ഞങ്ങൾ ആ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് രാവിലെ 7:20. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു വിമർശനമൊന്നുമല്ല. ഇത് ഞാൻ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ചിലതൊന്നും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത് ഏതൊരു മുഖ്യമന്ത്രിയെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ സാറ് അധികാരത്തിൽ കയറുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, എനിക്ക് ഈ പോലീസ് ബന്ദോബസ്തൊന്നും വേണ്ട, വലിയ സെക്യൂരിറ്റി ഒന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറി. ഇപ്പൊ ഏകദേശം ഒരു 10-20 വാഹനം അദ്ദേഹത്തിന്റെ വണ്ടിക്ക് പിന്നാലെ അപ്പുറം ഇപ്പുറമായിട്ട് പോകുന്നുണ്ട്. ആംബുലൻസ് അടക്കം പോകുന്നുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തി തന്നെയായിരുന്നു വി.ഡി. സതീശൻ. എന്നാൽ അതേസമയം തന്നെ ഇദ്ദേഹം അല്ല കേട്ടോ, പക്ഷേ ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ മുഴുവൻ പിണറായി വിജയന്റെ മുൻപിലും പുറകിലുമായിട്ട് 10-40 വാഹനങ്ങൾ പോകുന്നു എന്ന് പറയുന്ന കള്ളപ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നുള്ള കാര്യം കൂടി നമുക്കറിയാം. ഇതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത് മുഖ്യമന്ത്രി മാത്രമല്ല, എന്തെങ്കിലും ഒരു ത്രട്ട് ഇത്തരം ആളുകൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തേണ്ടത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രം ചുമതലയല്ല, അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അവരാണ് ആർക്കൊക്കെയാണ് Z കാറ്റഗറി വേണ്ടത്, Z+, കാറ്റഗറി ആർക്കാണ് വേണ്ടത് എന്നൊക്കെ നിശ്ചയിക്കുന്നത് ഇവരൊക്കെയാണ്. നോക്കൂ, പുറത്തേക്ക് പോലും നേരമ്പൽ ഇറങ്ങിയോ മറ്റൊന്നും ചെയ്യാത്ത ഇന്ദിരാഗാന്ധിക്ക് അടക്കം ഇപ്പോൾ സോണിയാഗാന്ധിക്ക് അടക്കം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല എന്താ പറയുക സുരക്ഷയുണ്ടെന്നേ. ഏതൊരു RS നേതാവൊക്കെ ഉണ്ട്, ഭാഗവതോ ഏതൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിനടക്കമുണ്ട്. വലിയ സുരക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഇതൊക്കെ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പണം നമ്മുടെ രാജ്യം ചെലവഴിക്കുന്നുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ സുരക്ഷ ആവശ്യമാണ്. അതിപ്പോ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഇല്ലെങ്കിലും അത് ആവശ്യം തന്നെയാണ്. അതിന് പകരമായിട്ട് ഞാൻ എന്തോ വലിയ ലളിതമായ ജീവിതം നയിക്കുന്നവനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്ര വർത്തമാനങ്ങളൊക്കെ പറയാതിരിക്കാൻ നല്ലത്. ഇന്ന് നടന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ വളരെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം അവിടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നല്ല സുരക്ഷ ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഭക്തർ എന്ന് പറയുന്ന ആളുകളെ ഏറെ സമയം തടുത്തു നിർത്തി അമ്പലത്തിനുള്ളിലേക്ക് കയറാതെ നിർത്തി എന്നതാണ്. എന്നാൽ ഇതേ സതീശൻ സാറിന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുമ്പോൾ ആളുകൾ തടഞ്ഞു നിർത്തുക, റോഡ് തടഞ്ഞു നിർത്തുക, ആളുകൾക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക എന്നീ പറഞ്ഞ പരിപാടിയൊന്നും വേണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഇത് എത്ര പറഞ്ഞാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനത്തെ ഒരു യാഥാർത്ഥ്യമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്തൊക്കെ തന്നെയായിരുന്നു പിണറായി വിജയന്റെ യാത്രകളൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ വിമർശിച്ചിരുന്നതും. അദ്ദേഹം പോകുമ്പോൾ ആളുകൾ തടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിന് ത്രട്ട് ഉണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീടിന് കഴിഞ്ഞ 10 വർഷമായിട്ട് കാവലുണ്ട്, ഇപ്പോഴും കാവലുണ്ട്. ആ കാവൽ ഒഴിവാക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഭീഷണി എന്നാണ് ഒഴിവാവുന്നത് അന്ന് മാത്രമാണ് ആ വീടിനുള്ള സംരക്ഷണമൊക്കെ പോലീസിന് പിൻവലിച്ച് പോകാൻ പറ്റുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കെ ഇത് ആ രീതിയിലല്ലാതെ പിണറായി വിജയന് ഭയങ്കര സംരക്ഷണം വേണം, അത് പിണറായി വിജയൻ ആവശ്യപ്പെട്ടിട്ടാണ്. വി.ഡി. സതീശന് എന്താ പറയുക സംരക്ഷണം വേണം, അത് വി.ഡി. സതീശ് ആവശ്യപ്പെട്ടിട്ടൊന്നല്ല, അത് സാധാരണ അങ്ങോട്ട് കൊടുത്തു പോകുന്നതാണ് എന്ന രീതിയിലുള്ള പ്രചാരങ്ങളാണ് നമുക്ക് ഇഷ്ടമാവാത്തത്. എന്തൊക്കെയായാലും ഇപ്പം നടക്കുന്ന കാര്യം ഇതാണ്. ഞങ്ങൾക്കൊരു ദർശനം കിട്ടിയില്ല എന്നുള്ളതാണ്. എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ഒരാൾ പോലും അവിടെ പ്രതികരിക്കുന്നില്ല. അത് പ്രതികരണ ശേഷിയില്ലാത്ത ആളുകളെ കണ്ടപ്പോഴാണ് കൂടുതൽ സങ്കടം തോന്നിയത്. തൊഴുകാൻ പറ്റാത്തതിലല്ല, എങ്കിൽ കൂടെ VIP വരുമ്പോൾ അവിടെ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണക്കാർ പോകില്ലല്ലോ. എത്ര സീനിയർ സിറ്റിസൺ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അഭിപ്രായമായി, ഒരു ഭക്തയുടെ അഭിപ്രായമാണ്. എന്നെങ്കിലും ഗുരുവായൂർ അമ്പലത്തിലോ ഇത്തരം ക്ഷേത്രങ്ങൾക്കൊക്കെ വലിയ വലിയ നേതാക്കന്മാർ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ഒരു പത്രക്കുറിപ്പോ ഒരു മെസ്സേജ് ആയിട്ടോ ഒരു ഫേസ്ബുക്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മെസ്സേജ് ആയിട്ടോ മറ്റോ പുറത്തിട്ടിരുന്നെങ്കിൽ ആ ദിവസം ആളുകൾ വരാതിരിക്കും. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തെ കാണാനുള്ള ആളുകൾ മാത്രമെങ്കിലും അവിടേക്ക് വരും. കാരണം അന്ന് എന്ത് വന്നാലും അവിടെ തിരക്കുണ്ടായിരിക്കും, അവിടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ആളുകൾ തടുക്കുമെന്നറിയാം. ഇപ്പൊ ഇവർ പറയുന്ന അവർക്ക് അമ്പലത്തിൽ കയറാൻ കഴിഞ്ഞില്ല, കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്, ചോറിനും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ട് വന്ന ആൾക്കാരുണ്ട്, ഭക്തിയുടെ ഭാഗമായിട്ട് വന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് മുഴുവൻ അതിനുള്ളിലേക്കൊന്ന് എൻ്റർ ചെയ്യുകയോ ദർശനം കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വരികയാണ്. എന്തായാലും ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്പം എന്തുകൊണ്ട് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം തന്നെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് അധികാരത്തിലേക്ക് എത്തിന് മുമ്പായിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞ് നോക്കി നോക്കൂ. ഞാൻ ഭയങ്കര ലാളിത്യക്കാരനാണ്, ഭയങ്കര സിമ്പിളാണ് എന്നൊന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇപ്പം നമുക്ക് അതൊക്കെ വേണം. ഇതൊന്നുമല്ല. ഞാൻ പണ്ട് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയപ്പോൾ
ഇദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് അവിടുത്തെ ആരോ പ്രസിഡന്റോ മറ്റോ സഞ്ചരിക്കുന്ന മെൽബണിൽ സഞ്ചരിക്കുന്നത് കണ്ടു എന്നുള്ള കഥയാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ കൂടി സംഭവം ഉണ്ട്. വാഹനവ്യൂഹവും ജനങ്ങളെ വഴിതടഞ്ഞുള്ള സുരക്ഷയും വേണ്ടെന്ന് വി ഡി സതീശൻ. ഇതോടെ Z+ സുരക്ഷ ഒഴിവാക്കി എസ്കോർട്ടും പൈലറ്റും മാത്രമാക്കി. അധികാരത്തിന്റെ പത്രാസ് കാണിക്കാൻ തയ്യാറല്ലെന്ന് വി ഡി സതീശൻ മനോരമ ന്യൂസിലൂടെ നിലപാട് വ്യക്തമാക്കി. പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന കറുത്ത കാറുകളും ഒഴിവാക്കിയേക്കും. കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു വാർത്ത വന്നിരുന്നത്. തനിക്ക് പത്രാസ് ഒന്നും കാണിക്കാൻ സമയമില്ല, അതിനൊന്നും എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ട് അതൊന്നും എനിക്ക് വേണ്ട. ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഈ ഒരു വാർത്ത വന്നത് 8 ദിവസം മുമ്പാണ്. 8 ദിവസം മുമ്പത്തെ വാർത്തയിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചേ? 8 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു വാർത്ത വന്നിട്ട് 8 ദിവസമേ വന്നുള്ളൂ. അതായത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മനോരമ ന്യൂസിലൂടെ അദ്ദേഹം ബൈറ്റായിട്ട് കൊടുത്തതാണ്. വി ഡി സതീശൻ എന്ന് പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരാഗ്രഹം പറഞ്ഞിട്ട് 8 ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അത് പാലിക്കാൻ കഴിയില്ല, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് ഏത് മുഖ്യമന്ത്രിയെയും പാലിക്കാൻ കഴിയില്ല. ചില അതീവ സുരക്ഷയുള്ള, ആൾറെഡി ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് ഭയങ്കര സുരക്ഷയുള്ള ഒരു ക്ഷേത്രമാണ്, ത്രട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്, ഭയങ്കര സുരക്ഷയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സുരക്ഷയുള്ള ആ സ്ഥലത്തേക്ക് Z കാറ്റഗറി ഉള്ള ഒരാൾ മനുഷ്യൻ വരുന്ന വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ സുരക്ഷ കൂടുക എന്നല്ലാതെ ഒട്ടും കുറയില്ല, കൂടും. അതിന്റെ ഭാഗമായിട്ട് ഭക്തർ എന്ന് പറയുന്ന ആളുകളെ മുഴുവൻ തടയും. കാരണം വരുന്നവർ മുഴുവൻ ഭക്തരാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. അതിലൂടെ ഏതെങ്കിലും ഒരു കുരുത്തം കെട്ടം വന്നിട്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഭീകരമായ അവസ്ഥയല്ലേ. 1 ഗുരുവായൂർ ക്ഷേത്രം, 2 അവിടെ മുഖ്യമന്ത്രി വരുന്നു. അപ്പൊ മുഖ്യമന്ത്രി ആക്രമിക്കാനോ മറ്റോ ആരെങ്കിലും വന്നു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു കുരുത്തക്കേട് അവനെ കാണിച്ചു എന്നെങ്കിലും വെക്കുക. അത് പിറ്റേ ദിവസം അവിടെ നിന്നുള്ള വാർത്ത എന്തായിരിക്കും? ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു എന്നും ഒരു കേരള മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സുരക്ഷയെ തന്നെ, ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളുടെ ക്രെഡിബിലിറ്റിയെ പോലും ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ ഒരു തരത്തിലും ഒരു ഈച്ച പോലും വന്നിട്ട് അദ്ദേഹത്തിന് ദേഹത്തിരിക്കാൻ സമ്മതിക്കില്ല. അത് സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സുരക്ഷാ ഏജൻസികൾ അത് അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തിരക്കുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് ചില ആളുകൾക്ക് ഇത് തീരെ ദഹിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ പറയുമ്പോൾ. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് ഏതൊരാൾ, ഇനിയിപ്പോൾ പൂക്കിയാണെങ്കിലും ചിരിക്കുന്ന മുഖ്യമന്ത്രി ആണെങ്കിലും ചിരിക്കാത്ത മുഖ്യമന്ത്രി ആണെങ്കിലും സുരക്ഷ വേണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. നമ്മുടെ പിണറായി വിജയനും അധികാരത്തിൽ കയറുന്ന സമയത്ത് തനിക്ക് അത്ര സുരക്ഷ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വന്നേ. തുടക്കത്തിലുള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, അതൊന്നും പാലിക്കാൻ കഴിയില്ല. സുരക്ഷാ ഏജൻസികൾ പറയും നിങ്ങൾക്ക് ഇത്രത്തോളം സുരക്ഷ വേണം, അതല്ലാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുതെന്ന് തന്നെ പറയും. ഇതിപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ കാത്തു നിന്ന് എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരം പോലെ ഒന്നും ദർശനമൊന്നും കിട്ടിയില്ല. മണിക്കൂറുകളോളം, അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനേക്കാൾ ഇരട്ടി കാത്തു നിൽക്കേണ്ടി വരികയും അവർ അവസാനം മടുത്ത് വീട്ടിൽ പോകേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കരുത്. ചില ആളുകൾക്കുള്ള ഒരു പ്രിവിലേജായിട്ട് നിങ്ങളതിനെ കാണരുത്. പിണറായി വിജയന് മാത്രമാണ് സുരക്ഷയുള്ളതെന്നും വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് സുരക്ഷയില്ല എന്നും ഇനി സുരക്ഷ ഇല്ലാതെ ആക്കുന്നത് ഒരു ചെലവ് ചുരുക്കലിന്റെ ഭാഗമാണെന്നുള്ള അത്തരം കള്ളത്തരങ്ങളൊന്നും പരമാവധി വലതുപക്ഷ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചില യാഥാർത്ഥ്യങ്ങളായിട്ട് തന്നെ കാണണം. സുരക്ഷ അതെല്ലാവർക്കും ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും വി ഡി സതീശനായാലും പിണറായി വിജയനായാലും ആന്റണി ആയാലും ആരായാലും അത് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ ബൈ.